ഇന്ത്യയുടെ സാഹചര്യത്തിൽ കരസേനയുടെ മേലുള്ള ആധിപത്യം വിജയത്തിന്റെ നാണയമായി തുടരുമെന്ന് പറഞ്ഞ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഏതൊരു യുദ്ധത്തിലുമുള്ള കരസേനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വാദിച്ചു. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ച് നടന്ന ഉച്ചകോടി ചർച്ചകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. രണ്ട് പ്രസിഡന്റുമാർ തമ്മിൽ നടന്ന അലാസ്ക സമ്മേളനത്തിലേക്ക് നിങ്ങൾ തിരികെ പോകുമ്പോൾ കൈമാറ്റം ചെയ്യാൻ എത്ര ഭൂമി വേണമെന്ന് അവർ ചർച്ച ചെയ്തുവെന്നും ദ്വിവേദി പറഞ്ഞു. ഇന്ത്യയിൽ നമുക്ക് 2.5 മുന്നണി ഭീഷണികൾ ഉള്ളതിനാൽ ഭൂമി വിജയത്തിന്റെ നാണയമായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ വ്യോമശക്തിയുടെ പ്രാഥമികത വീണ്ടും സ്ഥാപിച്ചുവെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് പറഞ്ഞതിന് 2 ആഴ്ച കഴിഞ്ഞാണ് കരസേനാ മേധാവിയുടെ പ്രസ്താവന വന്നത്. യുദ്ധത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചും പുതിയതും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുന്നതിൽ ഇന്ത്യൻ സൈന്യം എങ്ങനെ പരിവർത്തനാത്മകമായ മാറ്റങ്ങൾ വരുത്തുന്നുവെന്നും സൈനിക മേധാവി തന്റെ പ്രസ്താവനയിൽ വിശദമായി വിശദീകരിച്ചു. കൂടാതെ കരവ്യോമ നാവികസേന എന്നിവയുടെ സംയോജനം തീർച്ചയായും നടക്കുമെന്നും എന്നാൽ അത് യാഥാർത്ഥ്യമാകാൻ എത്ര സമയമെടുക്കുമെന്നതാണ് ചോദ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം മനേക് ഷാ സെന്ററിൽ പ്രകാശനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. ആസൂത്രണം ചെയ്ത പ്രസ്തുത നീക്കങ്ങളെക്കുറിച്ച് അടുത്തിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ സൈനിക സംയോജനത്തെക്കുറിച്ചുള്ള നിലപാടെന്താണെന്നും അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തിയേറ്ററൈസേഷൻ ഇന്നോ നാളെയോ വരും, അതിന് എത്ര സമയമെടുക്കുമെന്ന് നമ്മൾ കണ്ടറിയണം, അതിനായി നമുക്ക് ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നും കരസേനാ മേധാവി പറഞ്ഞു. സൈനിക സംയോജനം ആവശ്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. നമ്മൾ ഒരു യുദ്ധം ചെയ്യുമ്പോൾ ഒരു സൈന്യം ഒറ്റയ്ക്ക് പോരാടുന്നില്ല, നമുക്ക് അതിർത്തി സുരക്ഷാ സേനയും ഇൻഡോ ടിബറ്റൻ അതിർത്തി പോലീസുമുണ്ട്, പിന്നെ ട്രൈ സർവീസുകൾ, പ്രതിരോധ സൈബർ ഏജൻസികൾ, പ്രതിരോധ ബഹിരാകാശ ഏജൻസികൾ എന്നിവയുമുണ്ട്. ഇപ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് വാർഫെയർ ഏജൻസികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂടാതെ ISRO, സിവിൽ ഡിഫൻസ്, സിവിൽ ഏവിയേഷൻ, റെയിൽവേ, NCC, സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾ തുടങ്ങിയ ഏജൻസികളുമുണ്ട്. കമാൻഡിന്റെ ഐക്യം കൂടുതൽ പ്രധാനമാണ്. നിർവഹണത്തിൽ ഏകോപനം കൈവരിക്കാൻ നിങ്ങൾക്കൊരു കമാൻഡർ ആവശ്യമാണ്. തിയേറ്ററൈസേഷൻ അത്യന്താപേക്ഷിതമാണ്, അദ്ദേഹം ഊന്നി പറഞ്ഞു. തിയേറ്ററൈസേഷനെ കുറിച്ച് മറ്റ് 2 സേനാ മേധാവികളും തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് കരസേനാ മേധാവിയുടെ പ്രസ്താവന വന്നത്. കഴിഞ്ഞ മാസം മോവിലെ ആർമി വാർ കോളേജിൽ നടന്ന റൺ സംവാദ് എന്ന 2 ദിവസത്തെ സെമിനാറിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠിയും സൈനിക സംയോജനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇരു സേനകൾക്കും തമ്മിലെ അഭിപ്രായ ഭിന്നത അതിൽ വ്യക്തമായി. തിയേറ്റർ കമാൻഡുകളെ പുറത്തിറക്കാൻ സായുധ സേനയ്ക്ക് ഒരു സമ്മർദ്ദവും ഉണ്ടാകരുതെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞിരുന്നു. സമാപന സെഷനിൽ ത്രിസേവന കമാൻഡുകൾ സ്ഥാപിക്കുന്നതിൽ സൈന്യത്തിലെ യോജിപ്പില്ലായ്മ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച താൽപര്യം കണക്കിലെടുത്ത് പരിഹരിക്കുമെന്നും ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.